അപ്പോൾ ഞാൻ ഡൽഹിയിൽ ജാമ്യയും കിട്ടി, ഡൽഹി യൂണിവേഴ്സിറ്റിയും കിട്ടിയ സമയത്ത് ഏതെടുക്കണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ടായിരുന്നില്ല, അവിടെ നമ്മുടെ താമസിക്കാനുള്ള ഹോസ്റ്റലുകൾ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നമ്മൾ പൊതുവേ അവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ താമസിക്കാറുള്ളത് പുറത്ത് എവിടെയെങ്കിലും റൂം എടുത്തിട്ടാണ് താമസിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അത് പലപ്പോഴും നമ്മുടെ പഠനത്തെ ബാധിക്കുമെന്ന്. കാരണം ആ സമയത്ത് നമ്മൾ കുക്കിംഗ് നോക്കണം, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പം എക്സ്ട്രാ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ജാമ്യ എടുത്ത് നോക്കിയ സമയത്ത് ജാമ്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഭയങ്കര ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഭയങ്കര കീപ്പ് ചെയ്യുന്നൊരു ക്യാമ്പസാണ് ജാമ്യ എന്നുള്ളത്. ജാമ്യൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവിടെയുള്ള ഹോസ്റ്റലും എല്ലാ മറ്റു കാര്യങ്ങളും. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ജാമ്യ ഇൻട്രസ്റ്റ് ആയി. അതുപോലെ തന്നെ ജാമ്യയിലുള്ള പ്രൊഫസർമാരും അത്യാവശ്യം നല്ല പ്രൊഫസർമാരായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഗോപിനാഥ് സാറ്, അതുപോലെ തന്നെ ബഹുഗുണ സാറ്, അങ്ങനെ ഷാഹിദ് അമീൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള മുകുൾ സാർ, അങ്ങനെ പല അവിടെ ഹിസ്റ്റോറിയൻസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ജാമ്യയിൽ പഠിക്കുക. അങ്ങനെ ജാമ്യയിൽ ഞാൻ തിരഞ്ഞെടുത്തു. ജാമ്യയിലാണ് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് വീണ്ടും വരുന്നത്. ജാമ്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ്, അവിടെ നിന്ന് ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ്, അവിടെ ജാമ്യയിലുള്ള റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മലയാളി ഫ്രണ്ട്സുമായിട്ട് ഞാൻ പരിചയത്തിൽ പെടുകയും, ഉദാഹരണത്തിന് അസീം, റോഷൻ, ഷഹൻഷാ തുടങ്ങിയ ആൾക്കാരുമായിട്ട് ഞാൻ പരിചയത്തിൽ പെട്ടു. ഇവരാണ് ശരിക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വെച്ച് എനിക്ക് ധാരണ നൽകുന്നത്. അപ്പം ഈ ജാമ്യ RCAൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉറക്കമില്ലാത്ത ലൈബ്രറി ആണെന്നാണ് പറയാറുള്ളത്. കാരണം പല ആൾക്കാരും പഠിക്കുന്നത് പല ടൈമിലാണ് പഠിക്കുക. ചിലർ രാവിലെ 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ പഠിച്ചിട്ട് 5 മണിക്കൂർ കിടന്നുറങ്ങുന്ന അവസ്ഥ. ചിലർ നേരെ തിരിച്ചും രാവിലെ 5 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 10 മണി 12 മണി വരെ ഉറങ്ങിയിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഡേ 24/7 വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ജാമ്യയിലെ പഠനം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എത്രമാത്രം പിള്ളേർ സീരിയസ് ആയിട്ടാണ് ഇതിന് പഠിക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ നമ്മൾ എത്രമാത്രം കുറഞ്ഞ എഫേർട്ടാണ് അവിടെ കൊടുക്കുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ആ ജാമ്യയിൽ PG ചെയ്യുന്ന 2ാം വർഷം തന്നെ കരോൾ ബാഗ് ഒരു പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററിലേക്ക് ഞാൻ അവിടെ കോച്ചിങ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്തുള്ളൊരു റൂട്ടീൻ എന്താ വെച്ചാൽ ഞാനൊരു 2 മണി 3 മണി വരെ ജാമ്യയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, കരോൾ ബാഗിലേക്ക് മെട്രോ വഴി പോവാറാണ് പതിവ്. മെട്രോ തന്നെ ഒരു 1.5 അവർ എടുക്കാറുണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 11 മണി 11:15, ഒരു 10:30 11:15 ആവും തിരിച്ച് ഞാൻ റൂമിലേക്ക് എത്തുമ്പോൾ. ഇപ്പം അന്ന് റൂമിൽ എൻ്റെ റൂംമേറ്റായിട്ടുണ്ടായിരുന്നത് ഹമീദും, അതുപോലെ തന്നെ എപ്പോഴും ഒരു സന്തത സഹചാരി പോലെ ഉണ്ടായിരുന്നത് റഹൂഫൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവരായിരുന്നു എനിക്ക് ഫുഡൊക്കെ മെസ്സിൽ നിന്ന് ഫുഡ് എടുത്ത് വെച്ചിരുന്നത്. ഇപ്പം ഡൽഹിയിൽ നിങ്ങൾക്കറിയാം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ചപ്പാത്തി, ദാൽ, ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ചപ്പാത്തി ഒരു നേരം കഴിഞ്ഞാൽ അത് റൊട്ടി പോലെ ഭയങ്കര വരണ്ട റൊട്ടിയായിട്ട് മാറും. അപ്പോൾ ഇത് ഇവരെനിക്ക് കീപ്പ് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു.